പലിശപ്പണത്തിൽ ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു അതിനെ ബറക്കത്തില്ലാത്തതാക്കും. ആ പണം ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. പലരുടെയും ജീവിതം തന്നെ തകരുന്നത് ഈ പലിശ ഇടപാടുകളെ കൊണ്ടാണ്. കാരണം നമുക്ക് എത്ര ലക്ഷം വേണമെങ്കിലും ബാങ്കിൽ പോയാൽ കിട്ടും, അല്ലെങ്കിൽ വട്ടിപ്പലിശക്കാരിൽ നിന്ന് കിട്ടും. പക്ഷേ ആ പൈസ ഒരു ഉപകാരത്തിനും പെടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് തുടങ്ങിയ ബിസിനസ്സിൽ, അതുമല്ലെങ്കിൽ പലിശപ്പണം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ, അല്ലെങ്കിൽ പലിശക്ക് വാങ്ങിയ വാഹനത്തിൽ, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന മക്കളിൽ, ആഭരണം പണയം വെച്ച് പലിശക്കെടുത്ത പൈസയിൽ ഒന്നും ബറക്കത്തുണ്ടാവുകയില്ലെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി അള്ളാഹു, സൃഷ്ടാവായ അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അതിൽ ബറക്കത്തുണ്ടാവുകയില്ല, അതിലൊരു പുരോഗതിയും ഉണ്ടാവുകയില്ല എന്ന്. പിന്നെന്താ? പകരം അടച്ചു തീർക്കാൻ പറ്റാത്ത വിധം കടങ്ങൾ വർദ്ധിക്കുകയും ഭീഷണികൾക്കും ജപ്തിക്കും വിധേയമായി എന്നും തലവേദനകളായിരിക്കും ആ പണം കാരണത്താൽ, അല്ലെങ്കിൽ പലിശ പണം കാരണത്താൽ ഉണ്ടാവുക. ഒരു സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ദുആ പോലും സ്വീകരിക്കാത്ത അവസ്ഥ വരും. അതാണല്ലോ ബറക്കത്തില്ലാഞ്ഞാലുള്ള അവസ്ഥ. കാരണം എന്താ? അവൻ്റെ വസ്ത്രവും ഭക്ഷണവും എല്ലാം ഹറാമാണ്, എല്ലാം ഈ പലിശയിൽ നിന്നാണ്. അങ്ങനത്തെ ഭക്ഷണത്തിൽ നിന്നുണ്ടായ മാംസം, ഇതൊന്നും എന്തല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളതല്ല. അത്തരം ഹറാമുകൾ കലർന്നവയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെങ്കിൽ പിന്നെ അവൻ്റെ ദുആ പോലും സ്വീകരിക്കുന്നതല്ല. അള്ളാഹു നമ്മെ കാക്കട്ടെ. പിന്നെ അതുകൊണ്ട് തന്നെ അസ്വസ്ഥതകളും രോഗങ്ങളും ടെൻഷനുകളുമായിരിക്കും ജീവിതം. ഇത്തരക്കാരുടെ ജീവിതം അതായിരിക്കും. അപ്പോൾ പലിശ ഇടപാടുകൾ നടത്തുന്നവർക്ക് വരുന്ന ഒന്നാമത്തെ ഭൗതിക ശിക്ഷയാണ് ബറക്കത്തില്ലായ്മ, പുരോഗതി ഇല്ലായ്മ എന്നത്. രണ്ടാമതായി, പലിശപ്പണം ഉപയോഗിക്കുന്നവർക്ക് ദുന്യാവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അല്ലാഹ്, വിശ്വാസികളെ, നിങ്ങൾ പലിശ ഇടപാട് നിർത്തിവെക്കുക, ഇല്ലെങ്കിൽ